അങ്ങോട്ട് പോകല്ലേ, കൂടെ പോരുത്, കൂടെ പോരുത്. അപ്പോൾ ആ സാഹസിക ടി ടിയെ നമുക്ക് കാണണ്ടേ. ഇതാണ് ആ സാഹസിക ടി ടി ബന്ധം. ഈ ചെയിൻ പുള്ളി ചെയ്ത് ഇങ്ങനൊരു വണ്ടി പാലത്തിന് മേളിൽ നിൽക്കുകയാണ് ട്രെയിൻ. അവിടെ ഇറങ്ങണമെന്ന് അപ്പോൾ ഒരു ചിന്ത വന്നത് ബെൻ്റെ മനസ്സിൽ തോന്നിയാണ്. അതെ, ആക്ച്വലി ഇറങ്ങണമെന്നല്ല, ആക്ച്വലി അത് ഗാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ചെയിൻ പുള്ളി ഉണ്ടായി കഴിഞ്ഞാൽ ഗാർഡ് വന്ന് റീസെറ്റ് ചെയ്തിട്ടാണ് അവർ സിഗ്നൽ കൊടുത്തിട്ടാണ് വണ്ടി മൂവ് ചെയ്യുന്നത്, ലോക്കോ പൈലറ്റ് വണ്ടി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗാർഡിന് വരാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ആലുവ പാലത്തിൻ്റെ നടുക്കായിരുന്നു. അപ്പം ആൾക്കൊരു ആക്സസ് ഇല്ല. അപ്പം നിയർ ബൈ ട്രാക്കിൽ പാത്ത് വേയിൽ കൂടി ലോക്കോ പൈലറ്റ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് വെസ്റ്റിബ്യൂൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ അങ്ങനെ നമുക്ക് ഇത് റിലീസ് ചെയ്യാമെന്ന്, പ്രഷർ റിലീസ് ചെയ്ത് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. ഇൻചാർജ് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സേഫായിട്ട് അങ്ങനെ ഇറങ്ങി. ഈ വെസ്റ്റിബ്യൂളിലൂടെ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാലതിൽ ചാടി പോകുന്നൊക്കെയുള്ളൊരു പേടി വന്നു. അത് തുറന്ന് ഇറങ്ങുന്നത് നേരെ പാലത്തിന് മുകളിലാണ്. എന്ത് മനസ്സിൽ തോന്നി? പേടി തോന്നിയോ? അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. ഇറങ്ങിയാലും അവിടെ ഒരു മീൻസ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ആൾക്കാരിങ്ങനെ ട്രാക്കിൻ്റെ നടുക്കൂടി ട്രാക്സ്മാൻമാർ ഡെയിലി അതിൽ കൂടി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി പെട്ടെന്ന് തന്നെ റീസെറ്റ് ചെയ്തു. അങ്ങോട്ട് പോകല്ലേ, കൂടെ പോരുത്, കൂടെ പോരുത്. നമ്മുടെ ചുമതലപ്പെട്ടൊരു കാര്യമല്ല. അങ്ങനെ റിസ്ക് എടുക്കാൻ തോന്നി എന്തുകൊണ്ടാണ്? ഇത്രയും പെട്ടെന്ന് റിലീസ് ചെയ്താലേ ഉള്ളൂ വണ്ടി മൂവ് ആവുള്ളൂ. അതുപോലെ തന്നെ മീൻസ് ആ ടൈമിൽ വന്ദേ ഭാരത് വരുന്ന ടൈമാണ്. വന്ദേ ഭാരത് പുറകെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് ഡിലേ ആയായിരുന്നു ആ ടൈമിൽ തന്നെ. അപ്പോഴേക്കും എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ പോലും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു കാരണം അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ടി ടിമാർക്ക് ഇങ്ങനെ ഇത്തരം ടെക്നിക്കൽ കാര്യങ്ങളിൽ ഒരു ട്രെയിനിങ് തരാറുണ്ടോ? ടെക്നിക്കലി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ട്രെയിനിങ് പീരീഡ് നമ്മൾ ട്രിച്ചിയിലാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇൻ കേസ് ചെയിൻ പുൾ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ റീസെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രയോഗത്തിൽ വരുത്താൻ കിട്ടിയ ആദ്യ അവസരമായിരുന്നു അല്ലേ? അത് ആദ്യത്തെ അവസരമാണ്. വീഡിയോ എന്തായാലും നല്ല വൈറലായിട്ടുണ്ട്. എല്ലാവരും ഈ വാർത്തയൊക്കെ ആയി. അപ്പം എല്ലായിടത്തും അഭിനന്ദനങ്ങൾ വരുന്നുണ്ടോ? അഭിനന്ദനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റെയിൽവേയിൽ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മൾ അറിയാണ്ട് പോകുന്ന മെക്കാനിക്കൽ, പോയിൻറ്റ്സ്മാൻ, ട്രാക്സ്മാൻ, ഡെയിലി 3-4 കിലോമീറ്ററൊക്കെ ട്രാക്കിൽ കൂടി നടക്കുന്ന ആൾക്കാരുണ്ട് ഡെയിലി. അപ്പോൾ അവരൊക്കെയാണ് ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാർ. അവരൊക്കെയാണ് ശരിക്കും അൺസങ് ഹീറോസ്. അപ്പം ഇതേ മാനസികാവസ്ഥയിൽ തന്നെ തുടർന്നും ജോലി ചെയ്യാൻ സാധിക്കട്ടെ. ബെന്നിൻ്റെതൊരു മാതൃകാപരമായ പ്രവൃത്തിയാണ്. കാരണം ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജീവൻ പണയം വെച്ചും യാത്രക്കാർക്ക് ഒരു തരത്തിലുമുള്ള തടസ്സമുണ്ടാകാത്ത രീതിയിൽ എത്രയും വേഗത്തിൽ യാത്ര പുറപ്പെടുക, അത് മാത്രമേ ആ സമയത്ത് ബെൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ട്രെയിൻ ആലുവ പാലത്തിന് മുകളിൽ നിൽക്കുമ്പോഴും എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ അതൊന്നും ചിന്തിക്കാതെ ബെൻ പ്രഷർ വാൽവിൻ്റെ പ്രശ്നം പരിഹരിച്ചത് അതുകൊണ്ടാണ്. ക്യാമറമാൻ നല്ല മുരുകനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.